ഹായ്. എല്ലായിടത്തും മഴക്കാലമാണല്ലേ. അപ്പോൾ മഴക്കാലത്ത് നമുക്ക് കൃഷി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. പച്ചക്കറി ആണെങ്കിലും അതെ, ഫ്രൂട്ട് പ്ലാന്റ്സ് ആണെങ്കിലും അതെ, എല്ലാത്തിലും നമുക്ക് കറക്റ്റ് ആ കീടനിയന്ത്രണങ്ങൾ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ വീട്ടിലെ കുറച്ച് മഴക്കാല വിശേഷങ്ങളാട്ടോ. ആദ്യമായി എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ടിൽ പൂ പിടിച്ചതാട്ടോ. നോക്കി, നിറച്ച് തേനീച്ചകളാട്ടോ, നിറയെ തേനീച്ചകളാണ്. പരാഗണം നടക്കുന്നുണ്ട്. അപ്പോൾ പരാഗണം നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രൂട്ടായി കിട്ടത്തില്ല. ഇത് നാച്ചുറലി ഒരു പരാഗണം ചെയ്യുന്നത് കൊണ്ട് ഞാനിതിൻ്റെ ആർട്ടിഫിഷ്യൽ പരാഗണം നടത്തുന്നില്ല. കണ്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നിറയെ തേനീച്ചകളാണ് ഇത്. അങ്ങനെ ആദ്യമായി എൻ്റെ ഡ്രാഗണിൽ 4 പൂക്കൾ പിടിച്ചിട്ടുണ്ട്. അതിൽ 2 പൂവ് മിനിയാന്ന് വിരിഞ്ഞിട്ടത് വാടിപ്പോയിട്ടുണ്ട്. അതിൽ പരാഗണം നടന്നത് കൊണ്ടാണ് ഇതിങ്ങനെ കൊഴിഞ്ഞു പോകാണ്ട് നിൽക്കുന്നത്. ആയി അപ്പോൾ ഇതെൻ്റെ ഡൽഹരി ജാമ്പ ചെടിയാട്ടോ. ആദ്യമായിട്ട് ഇതിലും കായ പിടിച്ചിട്ടുണ്ട്. ഇതേ നോക്കി, ഒരു കൊലയിൽ ഇത്രയും ജാമ്പക്കായ നിൽപ്പുണ്ട്, കണ്ടോ. അപ്പോൾ ഇത് നമുക്കിന്ന് വിളവെടുക്കാം. ഇതിനിയും നിർത്തിയിരുന്നാൽ ചിലപ്പോൾ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതിങ്ങ് പറിച്ചെടുക്കും കേട്ടോ. കൊഴിയുന്നുണ്ട്. ഹായ്, ഇതിൻ്റെ റംബൂട്ടാൻ പ്ലാന്റ് കേട്ടോ. ഇതിൽ ഏകദേശം കായെല്ലാം ഞാൻ കൊടുത്തു കേട്ടോ. ഇത്തവണ നിറച്ച് കായ പിടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നേരത്തെ കായ പിടിച്ചത് ഏകദേശം കൊടുത്ത ശേഷം ബാക്കി ഒരു 5-6 അതേ പഴുത്ത് നിൽപ്പുണ്ട്. അത് നമുക്കിന്ന് പറിച്ചെടുക്കാം കേട്ടോ. താണ്ടോ, ഒരു 10-15 നിൽപ്പുണ്ട്. അതും കൂടി നമുക്കിന്ന് വിളവെടുക്കാം. വേണ്ട, അവിടെയും കേട്ട് ഒരു 10-15 കായ നിൽപ്പുണ്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തായ്ലൻഡ് ബെൽജാമ്പയിലും 5-6 കായ നിൽപ്പുണ്ട്. ഇത് ഏകദേശം കഴിഞ്ഞു. അവസാനമുള്ള ഒരു 5-6 കായ കേട്ടോ. ഇവിടെയും നിൽപ്പുണ്ട്. രാവിലെ ഇതൊക്കെ ഇങ്ങനെ കൊത്താനായിട്ട് ഓലഞ്ഞാലി വരും. ഇന്ന് വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഇത്രയും പഴങ്ങൾ വിളവെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തായ്ലൻഡ് ബെൽജാമ്പ, ഇത് നമ്മുടെ ഡൽഹരി ജാമ്പ. കണ്ടോ, വ്യത്യാസം കണ്ടാൽ തന്നെ അറിയാം. ഡൽഹരി ജാമ്പ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ തായ്ലൻഡ് ബെൽജാമ്പയെക്കാളും കുറച്ചുകൂടി ക്രഞ്ചിയാണ്. വാട്ടർ കണ്ടൻറ്റ് കുറവാണ്. ഒരു ആപ്പിളിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും ഒരു ടെക്സ്ചറും ഒക്കെ വരുന്നതാണ്. ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ജാമ്പയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഡൽഹരി ജാമ്പ കേട്ടോ. അപ്പോൾ ഇതായിട്ട് ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.